ഈ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ നല്ല അച്ചടക്കം വേണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കളിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയാണ്, ഇപ്പോഴാണ് എൻ്റെ കുട്ടി എൻ്റെതായത് ഇപ്പോഴാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് വർത്താനത് എൻ്റെ കുട്ടിൻ്റെത്? അതെന്തുവരെ എൻ്റെ കുട്ടി ബജാജ് ഫിൻസർവിൻ്റെ ചെയ്തു. ബജാജ് ഫിൻസർവിന്ന് ലോൺ എടുത്തിട്ടാണ് ഓ പ്രസവം നടത്തിയത്, ഓ സിസേറിയന്റെ പൈസ അടച്ചത്. എന്തിന് സഹോദരങ്ങളെ? ഉളുഹിയത്തിന് പോത്തിന് വാങ്ങിയത് ബജാജിന് ഫൈനാൻസ് എടുത്തിട്ടാണ്. നിങ്ങൾ കേട്ടിണോ? മലപ്പുറം ജില്ലയിൽ പള്ളി പോണ ആൾക്കാരാണത്. പലിശയും ലോണുമായിട്ട് ഒരു ലജ്ജല്ലാത്ത ബന്ധം നോർമലൈസ് ചെയ്യപ്പെട്ടു. പലിശ, ലോണ്, കടം വാങ്ങുന്നതിന് പേടില്ല. ലക്ഷക്കണക്കിന് സാമ്പത്തിക ബാധ്യത. ഓരോ സാമ്പത്തിക കെണിയിൽ പെട്ട മക്കളിലെ 5 എണ്ണച്ചുണ്ടായികള്. എന്റെ 4 എണ്ണം ഇടങ്ങറുണ്ടാക്കില്ല. ഒരുത്തനെ കൊണ്ടാണ് ഞാൻ കുടുങ്ങിയത്. ചില വാപ്പാര് പറഞ്ഞു, ഒരുത്തനെ കൊണ്ടാണ്. അവിടെ 20 ലക്ഷം കടന്ന് അത് വീട്ടി ഈ പറമ്പും ആ തൊടുക്ക് വിറ്റ് വീട്ടിയപ്പോഴാണ് ഇനി വേറൊരു 30 ഉണ്ടല്ലോ. സാമ്പത്തിക അച്ചടക്കം അല്ലെ? കുടുംബം മൊത്തം കുളം തോണ്ടനാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിക്കണം. നമ്മൾ എപ്പോഴും നിങ്ങൾ ശീലിക്കേണ്ടത്, എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് 3 കള്ളിന്റെ ഉള്ളിലേക്ക് വരണം. 3 കള്ളിന്റെ ഉള്ളിലേക്ക് വരണം. 1 ആവശ്യം, 2 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. അത്യാവശ്യമുള്ളത് നമ്മൾ ചെയ്യണം, അനാവശ്യമുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത്യാവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഈ 3 കള്ളി ചേർത്തിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പാടില്ല. സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഫോൺ, ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ ഫൈനാൻസ് എടുക്കുകയാണ്. എന്നിട്ട് പുതിയ ഐഫോൺ വാങ്ങുക, എന്നിട്ട് കുറച്ച് അതിൻ്റെ പുതിയ കഴിയുമ്പോൾ വിൽക്കുക. ഒരു ലജ്ജയും ഒരു പേടിയില്ലാതെ പലിശയുമായും ലോണുമായിട്ടും കടം വാങ്ങുക, സാമ്പത്തിക ബാധ്യത. സഹോദരങ്ങൾക്ക് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കാതെ പോയ വിഷയമാണ്. ആലോചിച്ച്, വേറെ ആളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയമാണ്. കടണ്ടായി മരിച്ചാൽ വലിയ പ്രയാസമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം, അത് സ്ത്രീകൾക്ക് പങ്കുണ്ട്. ഒരു പെര പൊളിച്ചു കാണ്ടില്ലേ, അയലോകത്ത് പെര പൊളിച്ചു, ഓല അടുക്കള പൊളിച്ചു, ഓല അടുക്കള നന്നാക്കി അല്ലേ. ഓലെ ഒരു ഡോറുള്ള ഫ്രിഡ്ജ് വിറ്റ് ഒരു 2 ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഇവിടെ തിരക്കൂട്ടരുത് സഹോദരങ്ങളെ. ഇവിടെ താക്ക് വാങ്ങാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതെക്കണം. ഇവിടുത്തെ മാപ്പിളക്ക് അങ്ങനെ 2 ഡോറുള്ള ഫ്രിഡ്ജ് വാങ്ങാൻ കഴിയൂലെങ്കിൽ നമ്മൾ അപ്പുറത്ത് വാങ്ങി എന്ന് പറയരുത് സഹോദരങ്ങളെ. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത് അല്ലേ. ആ സാധുവിന്റെ മനസ്സടങ്ങേറാവും. അതുകൊണ്ട് അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ. നോക്കി അദ്ദേഹം യാത്ര, ദീർഘമായ യാത്ര കഴിഞ്ഞ് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ അദ്ദേഹത്തിന് കുളിക്കാനുള്ള സമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അവര് അന്ന് രാത്രി ലൈംഗികമായി ഭാര്യാഭർത്തൃ ബന്ധം നടന്ന് രാവിലെ എണീറ്റിട്ടാണ് എന്ത് പറയുന്നത്, ഭാര്യ പറയുന്നത്, നമ്മളെ മോൻ ഇന്നലെ രാത്രി മരിച്ചിട്ടുണ്ട്, മയ്യത്ത് അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞില്ല എന്നാണ്. നേരം വെളുത്ത് സമാധാനമായിട്ടാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അതാണ് വിശ്വാസം അല്ലേ. അതാണ് ഇസ്ലാം ധാർമ്മികമായി ഉയർത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകൾക്കും സാമ്പത്തിക അച്ചടക്കത്തിൽ നല്ല പങ്കുണ്ട്. ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കടിഞ്ഞാനിടാൻ വലിയ ആഗ്രഹങ്ങൾ പറയാതിരിക്കുക എന്നതിൽ ഓരോ കുടുംബക്കാർക്കും ഓരോ കുടുംബിനികൾക്കും പ്രത്യേക റോളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.